എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഫോർ യു വേഴ്സസ് കറണ്ട് എനർജി ഫോർ യുവർ തേർഡ് പാർട്ടി. കേട്ടോ, തേർഡ് പാർട്ടിയോടും നിങ്ങളോടുമുള്ള കറണ്ട് എനർജി എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, 2 ഡെക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങളോടുള്ള എനർജി, ഇത് നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള എനർജി. ഓക്കെ, കുറച്ച് വെളിച്ചം കുറവായിട്ട് തോന്നും, കാരണം കറണ്ടില്ല. ഇന്ന് ലൈവ് വരണം എന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. പക്ഷേ അമ്പലത്തിലെ ഉത്സവം, ഞാൻ പറഞ്ഞില്ല, അടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടുത്തെ ഉത്സവം കാരണം സ്പീക്കേഴ്സ് ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടാണ് പാട്ട് വെക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നിർത്തുന്ന സമയത്താണ് ഓടി വന്ന് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ദീപാരാധന സമയമാകുമ്പോൾ കുറച്ച് നേരം നിർത്തും. അപ്പോൾ ആ സമയത്ത് ഞാൻ വേഗം വന്ന് റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ ലൈവ് വരാൻ നിവൃത്തിയില്ല ഈ ശബ്ദം കാരണം. ക്ഷമിക്കുക. ഈ ഉത്സവം തീരുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും പറയുന്നതാണ് കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത്. ന്യൂട്രലായിട്ട് മാത്രം റീഡിങ് കാണുക. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതായത് ഈ റീഡിങ്ങിൻ്റെ ബേസിസിൽ ആക്ഷൻ ഒന്നും എടുക്കരുതെന്നർത്ഥം. ന്യൂട്രലായിട്ട് കാണുക, മനസ്സിലായല്ലോ? അപ്പോൾ റീഡിങ്ങിലേക്ക് പോയാലോ നമുക്ക്? നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഡെക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. നിങ്ങൾക്കുള്ള ഡെക്ക് ഡിവൈൻ പ്ലീസ് ഗൈഡ്. നമഃശിവായ. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഡിവൈൻ പേഴ്സൻ്റെ കറണ്ട് എനർജി എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണ് ഒന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ കറണ്ട് എനർജി ഫോർ മൈ വ്യൂവേഴ്സ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് അവർക്കായിട്ട് എന്ന് പറഞ്ഞു തരും. അവർ ഈ വീഡിയോ കാണുന്ന സമയത്തുള്ള കറണ്ട് എനർജിയാണ് എനിക്ക് വേണ്ടത്. ആ സമയം അവരുടെ പേഴ്സൺ, അവരുടെ നേരെയുള്ള എനർജി എന്താണ്? എന്ത് പറ്റിയെന്ന്? നിങ്ങളുടെ പേഴ്സൺ അജിറ്റേറ്റഡ് ആണെന്ന് തോന്നുന്നു, ഓവർ തിങ്കിങ് ഉണ്ട് തോന്നുന്നു. കയ്യിൽ നിന്ന് കാർഡ്സ് വീണുകൊണ്ടിരിക്കുക. പ്ലീസ് ഗൈഡ് ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണ്? എടുക്കാം. എംപറർ എന്തോ വഴക്കിട്ടിട്ടുണ്ട് കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, ലവേഴ്സ്. എന്ത് വഴക്കാണെങ്കിലും ലവേഴ്സ് വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല. നൈറ്റ് ഓഫ് സോർട്സ്, സ്ട്രെങ്ത്. ഓക്കെ, അത് മതി. 9 ഓഫ് കപ്സ്, Queen of Pentacles, Devil, Ace of Wands, Empress, 8 of Pentacles, 5 of Swords. ഓവർ തിങ്കിങ്ങിൽ കൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ. 3 of Wands, ഒരേ കാർഡ് കൂടി എടുക്കാം. Magician, the Sun. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ കുറച്ച് വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കണം. അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ട്. ഒന്നുകിൽ ഇവരുടെ വീട്ടിലെ മൂത്ത മകൻ, മകൾ, അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഗൃഹനാഥൻ, ഗൃഹനാഥ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട്. ഓക്കെ, ജോലിയിലും വളരെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ ഇമേജ് അങ്ങനത്തെ ഡിഫറൻസസ് ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ.
അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ആ ഒരു ലെവലിൽ ഇരിക്കുന്നവരാണ് അവർ. അതുകൊണ്ടാണ് ആ കറന്റ് എനർജി കാണുന്നത്. ഒന്നുകിൽ നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ ജോലിയിലായിരിക്കണം. അപ്പോൾ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്താണ് ആ ജോലി സ്ഥാനമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഗൗരവത്തിലൊക്കെ ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങളിത് കാണുന്നുണ്ടാവുക കേട്ടോ. അതുകൊണ്ടാണ് എംപററുടെ എനർജി അവിടെ വന്നിരിക്കുന്നത്. 9 ഓഫ് പെന്റക്കിൾസ് വെച്ച് ജോലിയിലേക്ക് വളരെയധികം വർക്കഹോളിക് ആയിട്ടുള്ളൊരു ആളാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. പൈസ സമ്പാദിക്കുക എന്നുള്ളതിലല്ല, മനസ്സിലായില്ലേ? വർക്കഹോളിക് എന്ന് പറയുമ്പോൾ അവരുടെ വർത്ത് ആ ജോലിയിൽ പ്രൂവ് ചെയ്യണം. അവരുടെ കഴിവുകൾ ആ ജോലിയിൽ 100% അതിന് മേലെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ. അതുകൊണ്ടാണ് അവിടെ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് അതൊക്കെ വളരെയധികം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ. എസ്പെഷ്യലി ജോലിയിൽ, കരിയറിലൊക്കെ അവർക്ക് അതിൽ ഒരു പടി താഴേക്ക് ഇറങ്ങുന്നതെന്ന് അവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അതിനെപ്പറ്റി വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ ജോലിയിലാണെങ്കിൽ അതിലേക്ക് 100% കൊടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. 4 ഓഫ് പെന്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളെ പ്രതി വളരെയധികം പ്രൊട്ടക്റ്റീവായിട്ടും പൊസസീവായിട്ടും എല്ലാം അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് മനസ്സിൽ തോന്നുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ അടക്കി പിടിക്കുന്നതായിട്ടും തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ഇവരുടെ ഇഷ്ടം അവർ തുറന്ന് പറഞ്ഞു കാണില്ല. പറഞ്ഞാൽ പ്രശ്നമാവോ? ഈ പറഞ്ഞ ഈ എംപററുടെ എനർജിയിൽ വന്ന ആ സംഭവങ്ങളെല്ലാം എഫക്റ്റഡ് ആവുമോ എന്നൊക്കെ ഇവർക്ക് പേടിയുള്ളതുപോലെ. 4 പേർ അറിയുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ അങ്ങനെ ഒരു സ്നേഹമൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ സ്റ്റാറ്റസിനെ ബാധിക്കുമോ? അങ്ങനെയൊക്കെ ഒരു ഭയം അവർക്കുള്ളതുപോലെ തോന്നുന്നു കേട്ടോ. പക്ഷേ നിങ്ങളെ പ്രതി ഭയങ്കര നിങ്ങൾ ഇവരിങ്ങനെ ഒന്നും പറയാതെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, സ്റ്റാറ്റസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ടാവുക. ഓൺലൈൻ എന്താ പറയുക, മീഡിയ റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ, സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. പക്ഷെ ആ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വേറെ ആരുടെയെങ്കിലും കൂടെ ഒരു പിക്ചർ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറേ ഹാപ്പി ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമേജ് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പൊസസീവ്നെസ് ഫീലും ചെയ്യും. ഓക്കെ. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. ലവേഴ്സ് വെച്ച് ഒരുപാട് സ്നേഹം തന്നെയാണ്. അവരത് പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ, നിങ്ങളെ പ്രതി വല്ലാത്ത ഒരു എന്താ പറയുക സ്നേഹം അവർക്കുണ്ട്. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർക്ക് തോന്നാറുണ്ട്. കാരണം ഒരു കാര്യമില്ലാതെ ഒരാളുടെ അടുത്ത് പെട്ടെന്ന് ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുമോ, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അവർ ചിന്തിക്കാറുണ്ട്. അവരെവിടെ ആയിരുന്നാലും നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണം എന്നാണ് ഈ സമയം അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളെ അടുത്തേക്ക് ഓടി എത്താൻ പറ്റിയിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ചേർത്ത് നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷേ ക്ഷമയോടെ വെയിറ്റ് ചെയ്തേ പറ്റൂ. ലോങ് ഡിസ്റ്റൻസും കാണുന്നുണ്ട് കേട്ടോ. പലരും ജോലി സംബന്ധമായിട്ടൊക്കെ ഒന്നുകിൽ കോൺസ്റ്റന്റ് ട്രാവൽ ആവശ്യമുള്ളവരാണ്. ജോലി സംബന്ധമായിട്ട് ഒരേ സ്ഥലത്താണെങ്കിൽ പോലും ട്രാവൽ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ദൂരെ നിന്ന് വന്നിട്ട് വേണം നിങ്ങളെ കാണാൻ. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് ഇരുന്നാലേ പറ്റൂ. ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ടായിരിക്കും ഈ കാണാനുള്ളൊരു എന്താ പറയുക, പെട്ടെന്ന് അടുത്തേക്ക് വരണം എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്. 9 ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ഒന്നുകിൽ അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞ് അതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. കുറേ നാൾ ക്ഷമിച്ചിരുന്നു, ഇനി പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ. നിങ്ങളും നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കണം എന്ന് അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ജോലിയിലാണ്. അതേപോലെ നിങ്ങളും ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജോലികളിൽ, കർമ്മങ്ങളിൽ, അഥവാ നിങ്ങൾ വീട്ടിലാണ്, എന്ത് തന്നെയായാലും നിങ്ങളുടേതായിട്ടുള്ളൊരു തൊഴിൽ, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം നിങ്ങളും ശ്രദ്ധിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്ന്. മനസ്സിലായില്ലേ? അതും വളരെ നന്നായി തന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ വളരെ നന്നായി തന്നെ ചെയ്യണം എന്നും കൂടി അവർ ആലോചിക്കുന്നുണ്ട് ഈ സമയം കേട്ടോ. നിങ്ങളിത് കാണുന്ന സമയം ഡെവിൾ വെച്ച് നിങ്ങളുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു മാഗ്നറ്റിക് പുള്ള്, ഇവർ മാറി നിൽക്കാൻ ശ്രമിച്ചാൽ പോലും തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ആരോ അവരെ വലിച്ചിടും പോലെ ഒരു ഫീലിംഗ് അവർക്ക് തോന്നാറുണ്ട്. ലവേഴ്സും ഡെവിളും ഒന്നിച്ച് വരുന്ന അവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷനും അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് അവരുടെ പാർട്ട്ണറുടെ സ്ഥാനത്താണ് നിങ്ങളെ കാണുന്നത്. മനസ്സിലായില്ലേ?
റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ക്വീൻ ഓഫ് പെന്റക്കിൾസ് വരുന്ന അവിടെ നിങ്ങളെ റെസ്പെക്റ്റും ഉണ്ട്. ചുമ്മാ വെറുതെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെയുള്ള ഒരു അട്രാക്ഷൻ ആണ് അവിടെ തോന്നുന്നത്. ഒരു പാർട്ട്ണറോട് തോന്നുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അതാണ് എനിക്ക് അവിടെ തോന്നുന്നത് കേട്ടോ. ഐസ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് അൺഡിസ്ക്ലോസ്ഡ് ഫീലിങ്സ് ആണെങ്കിൽ അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് തുറന്ന് പറഞ്ഞ് ആ ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പിലേക്ക് എത്തണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. കേസ് ബൈ കേസ് എടുത്തോളുക കേട്ടോ. എംപ്രസ് വെച്ചിട്ട് നിങ്ങളെ അവർ വളരെ ഉയർന്ന സ്ഥാനത്താണ് അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ അത്രയും സ്നേഹം, കെയർ ഒന്നും അവർക്ക് മറ്റാരിൽ നിന്നും കിട്ടിയിട്ടില്ല. അപ്രീസിയേഷൻ, അവർക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതി, അതൊന്നും അവർക്ക് മറ്റാരിൽ നിന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, അതൊക്കെ അവർ വളരെയധികം ചെറിഷ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. ഓക്കെ, അങ്ങനെയും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം. ആ കെയർ, ആ സ്നേഹം അവർക്കെന്നും വേണം എന്ന് തന്നെ അവർക്ക് തോന്നുന്നുണ്ട്. ജോലിയിലാണ്, നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ ജോലി തിരക്കിലാണ്. പല പല ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടും കാണുന്നുണ്ട്. പക്ഷേ ബാക്ക് ഓഫ് ദി മൈൻഡിൽ എന്ത് ചെയ്യുമ്പോഴും അവരുടെ മനസ്സിൻ്റെ ഒരു വശത്ത് നിങ്ങളുടെ ചിന്തകൾ വന്നും പോയി ഇരിക്കുന്നു. ഒരു 5 മിനിറ്റ് വെറുതെ ഇരുന്നാൽ ഉടനെ നിങ്ങളുടെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത്. ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നുണ്ട്, സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആയിട്ടും കാണുന്നു കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് ആണ്. ചിലർക്കെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവരുടെ സ്നേഹം വെളിപ്പെടുത്താതിരിക്കുന്നത്. ആ ഒരു പ്രോസസ്സിൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് കേട്ടോ. മെജീഷ്യൻ വെച്ചിട്ട് അറിയാതെ തന്നെ ഇവർ നിങ്ങളെപ്പറ്റി ചിന്തിച്ചു പോവുകയാണ് കേട്ടോ. അവർ വേണ്ടാന്ന് വെച്ചാലും മനഃപൂർവ്വം ഒന്നും പറയണ്ട, അതവിടെ വിട്ടേക്കാം എന്ന് വിചാരിക്കുന്നവിടെയും അറിയാതെ തന്നെ നിങ്ങളുടെ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സൺ വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര ഒരു ഹാപ്പി പേഴ്സൺ ആണെന്ന് അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് ലക്ക് ഉള്ളതുപോലെ, അങ്ങനെ നിങ്ങൾ ഭയങ്കര ഇൻറ്റ്യൂഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, വേറെന്താണ്, നിങ്ങളെന്നും ആ ഒരു വെളിച്ചമായിട്ട്, ആ ഒരു സപ്പോർട്ടോടു കൂടി, ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുന്നത്. ഇതിൽ ചില കാർഡുകൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകും, ചിലത് നിങ്ങളുടെ പേഴ്സണും, രണ്ടും എടുക്കാം നിങ്ങൾക്ക് കേട്ടോ. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, നിങ്ങൾക്ക് കൂടുതലായിട്ട് റെസനേറ്റ് ആവും, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. കുറച്ച് കാർഡ്സ് കൂടി തരൂ. കറണ്ട് എനർജിയിൽ എൻ്റെ വ്യൂവേഴ്സിനോടുള്ള കറണ്ട് എനർജി പറഞ്ഞു തരും. കുറച്ച് കാർഡ്സ് കൂടി തരും. മിസ്സിങ് മൂൺ കാർഡ് വെച്ച് വളരെയധികം മിസ്സ് ചെയ്യുന്നു. നിങ്ങൾ അടുത്താണെങ്കിലും ദൂരെയാണെങ്കിലും നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് തുടർച്ചയായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് മെസ്സേജസ് ഉണ്ടോ, എന്തെങ്കിലും കോൾ ഉണ്ടോ, മെസ്സേജ് ഉണ്ടോ, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ, എവിടെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ നോക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ കൈവശം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഹെയറോഫൻറ്റ് വെച്ചിട്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് കൂടിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ അവരുടെ ഫീലിങ്സ് പുറത്ത് പറയാതിരിക്കുന്നത് കേട്ടോ. ഇത് സൈഡിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതൊരു നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സ്പിരിച്വൽ ആയിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം, കുറച്ച് കൂടുതലായിട്ട് തന്നെ. അതുപോലെ എന്തെങ്കിലും രീതിയിൽ ഇവർ ഒക്കൾട്ട് റിലേറ്റഡ് പേഴ്സൺ ആയിരിക്കാം. അതായത് ആസ്ട്രോളജി, ന്യൂമറോളജി, ടാരോ റീഡിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഒരു പ്രീസ്റ്റ് ആയിരിക്കാം, ഈ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, അങ്ങനെ കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, 4 പേർക്ക് ഇവരറിയാം എന്നുള്ള ആ ലെവലിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അതും കാണുന്നുണ്ട് കേട്ടോ. Some more cards for my viewers person's current energy. റീയൂണിയൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാണണം, സംസാരിക്കണം എന്ന് അവർ വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, അതാണ് അവർക്ക് വേണ്ടത്. നിങ്ങളോട് ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലുള്ളതൊക്കെ നിങ്ങളോട് പറയണമെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. ആ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നില്ല നിങ്ങളുടെ ഇടയിൽ പ്രോപ്പറായിട്ടുള്ള.
ആ കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. തമ്മിൽ കാണുമ്പോൾ കുറച്ച് സംസാരിക്കാൻ പറ്റണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നാലല്ലേ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാലല്ലേ പരസ്പരം മനസ്സിലാവുള്ളൂ. അതിനൊരു വെന്യൂ അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും കാണണം എന്ന് അവർ ചിന്തിക്കുന്നത്. ഓക്കെ. ക്വീൻ ഓഫ് കപ്സ് നിങ്ങളെ പ്രതി വളരെ ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ജഗ്ലിംഗ് ഫീലിംഗ് വരും. അതായത് അവർക്ക് എന്നെ ഇഷ്ടമുണ്ടോ ഇല്ലയോ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. ആ കൺഫ്യൂഷനിൽ കൂടി അവർ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് അവർ അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഭാഗം എന്താണെന്ന് ഇവർക്ക് ഫുള്ളായിട്ട് ക്ലിയർ ആവുന്നില്ല. അതിന് സംസാരിക്കണം അല്ലേ, സംസാരിക്കാനുള്ള സാഹചര്യം കിട്ടുന്നുമില്ല. അതാണ് സിറ്റുവേഷൻ. 7 ഓഫ് കപ്സ് വെച്ച് ഓവർ തിങ്കിങ് ആണ്. അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ തലയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചിന്തകൾ നിർത്താൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ജോലിയുടെ ചിന്തകളും ഉണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ചിന്തകളും ഉണ്ട്. അവിടെ ആകെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. 6 ഓഫ് കപ്സ് വെച്ചിട്ട് നൊസ്റ്റാൾജിക് ആയിട്ട് നിങ്ങളുടെ ഇടയിലുള്ള മൂമെൻറ്റ്സ് ഒക്കെ വീണ്ടും വീണ്ടും നിങ്ങളൊരു 10 മിനിറ്റ് സംസാരിച്ചതായിരിക്കാം, എവിടെയെങ്കിലും വെച്ച് കണ്ടതായിരിക്കാം. അതിനെപ്പറ്റിയൊക്കെ നൊസ്റ്റാൾജിക് ആയിട്ട് വീണ്ടും വീണ്ടും ഓർക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഒരേ ഒരു കാർഡ് കൂടി എടുക്കാം. 9 ഓഫ് സോർട്സ് വല്ലാത്ത സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട്. കാരണം തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചിന്ത, ആ ഒരു തടസ്സം മാറാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ചിന്ത അവരെ അലട്ടുന്നുണ്ട് കേട്ടോ. ജോബ് സ്ട്രെസ്സും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്ട്രെസ്സും ഉണ്ട്. ഇത് രണ്ടും അവരെ കറൻ്റ്ലി നിങ്ങളിത് കാണുന്ന സമയത്ത് എങ്ങനെയാണൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളൊരു സ്ട്രെസ്സ് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ. ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഓക്കെ. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. നമഃശിവായ. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിന് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് ആ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അവരുടെ കറണ്ട് എനർജി ഫോർ ദ തേർഡ് പാർട്ടി. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയോടുള്ള അവരുടെ കറണ്ട് എനർജി എന്താണെന്ന് പറഞ്ഞു തരൂ. എടുക്കട്ടെ. ഹെയറോഫന്റ് തേർഡ് പാർട്ടി ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. 8 of wands, 10 of cups, queen of swords, 5 of pentacles, hermit, queen of cups, 2 of pentacles, knight of cups, world, 9 of wands. ഒന്നുകൂടെ നോക്കുന്നത് ഇരുട്ട് കാരണം ശരിക്ക് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടൊക്കെ ശരിക്ക് കാണുന്നില്ല. എംപറർ, പേജ് ഓഫ് കപ്സ്, ദ സ്റ്റാർ, 4 of pentacles, 7 of swords, the star. Clarify the star. Queen of pentacles. Okay. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്. ഓക്കെ. കാരണം തേർഡ് പാർട്ടി ഇത് റിലേറ്റഡ് ആണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഹെറോഫൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്. സൊസൈറ്റി നോംസ് പ്രകാരം അവർ ആ ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ അവിടെ എന്താ പറയുക, റെസ്പോൺസിബിലിറ്റീസ്, ആ തേർഡ് പാർട്ടിയോടുള്ള റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോകുന്നതായിട്ട് കാണുന്നു. വീട്ടിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ.
സമാധാന അന്തരീക്ഷം നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്നർത്ഥം. ഓക്കെ. 8 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് ഇൻ ദ പ്രോസസ് ഇങ്ങനെ എന്താ പറയുക, പ്രിറ്റൻഡ് ചെയ്യുവാണല്ലോ, എല്ലാം ഓക്കെ ആണെന്ന് പുറം ലോകത്തേക്ക് കാണിച്ചു ജീവിക്കുകയാണ്. ആ ഒരു പ്രോസസ്സിൽ ആ ഒരു മടുപ്പ്, ഒരു എക്സോഷൻ, ഒരു തളർച്ച അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഫാമിലിയോട് 100% റെസ്പോൺസിബിൾ ആണ്. അവർക്ക് വേണ്ടതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി കുഞ്ഞുങ്ങളൊക്കെ ഇൻവോൾവ് ആണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാം തന്നെ നോക്കി ആ ഫാമിലിയെ ഹാപ്പി ആയിട്ട് കൊണ്ട് നടത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അവർ ആ പ്രോസസ്സിൽ ക്ഷീണിക്കുന്നുണ്ടോ, മാനസികമായിട്ട് തളരുന്നുണ്ടോ, എന്ത് തന്നെ ആയാലും അവിടെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവർ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ക്വീൻ ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണും ഈ തേർഡ് പാർട്ടിയും തമ്മിൽ ഈഗോ ക്ലാഷസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ രണ്ടുപേരും തന്നെ ആ ഒരു ഫാമിലി നിലനിന്ന് പോകട്ടെ എന്നുള്ള രീതിയിൽ പലതും ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. രണ്ടുപേരും തന്നെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. പക്ഷേ ചില ഫാക്ടേഴ്സ്, എസ്പെഷ്യലി കുട്ടികൾ ഒക്കെ ആയിരിക്കാം, അതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈഗോ ക്ലാഷസ് വളരെ കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. 5 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ചിലരെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ ഒക്കെ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റു ചിലർക്ക് അവരുടെ വീട്ടിലുള്ള മുതിർന്നവർക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഹെൽത്ത് ഇഷ്യൂസ് അവിടെ നടക്കുന്നവിടെ ഇവരൊരു സെപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് താങ്ങാൻ പറ്റില്ല. അത് കാരണം ഇതുപോലെ അങ്ങ് മുന്നോട്ട് പോകട്ടെ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. കേസ് ബൈ കേസ് എടുത്തോളുക. ഹെർമിറ്റ് വെച്ച് എല്ലാവരുടെയും കൂടെ ഇരിക്കുമ്പോഴും മാനസികമായിട്ട് ഒരു ഒറ്റപ്പെടലാണ്, ലോൺലി ഫീലിംഗ് ആണ് അവർക്ക് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വെച്ച് ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും തന്നെ, തേർഡ് പാർട്ടിയും ഇവരും കേട്ടോ, രണ്ടുപേരും തന്നെ ഒറ്റപ്പെട്ട ഫീലിങ്ങിലാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ എല്ലാം ഇവരുടെ ലൈഫിൽ ഇവർ രണ്ടുപേരും തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. എങ്ങനെയെങ്കിലുമൊക്കെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് രണ്ടുപേരും തന്നെ. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് പലതും ക്ഷമിച്ചും പുറത്തുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല വെച്ച് വഴക്കൊക്കെ വന്നാലും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മുന്നോട്ട് പോകാം വല്ല വിധേനയും എന്ന് ചിന്തിക്കുന്ന ലെവലിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് വെച്ച് ചിലരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നു കേട്ടോ. ചിലരുടെ തേർഡ് പാർട്ടി അവരിൽ നിന്നും ലോങ് ഡിസ്റ്റൻസ് ആണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ. 9 ഓഫ് വോൺസ് വെച്ച് ആ ഒരു റിലേഷനിൽ അവർ ടോട്ടലായിട്ട് സ്റ്റക്കായി നിന്നുപോയ ഒരു സിറ്റുവേഷൻ ആണെന്ന് പുറത്ത് കിടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ പലരും ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. എംപറർ വെച്ചിട്ട് അതിനുള്ള റീസൺ എന്താണ്? കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ ഇമേജ്, സൊസൈറ്റിയെ പേടി. ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് പുറത്തേക്ക് വന്ന് മറ്റൊരു റിലേഷനിലൊക്കെ ആയിക്കഴിഞ്ഞാൽ സൊസൈറ്റി എന്ത് പറയും എന്നുള്ള ഒരു ഭയം വല്ലാതെ ഇവരെ അലട്ടുന്നുണ്ട്. ഓക്കെ. അതുമാത്രമല്ല, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ. ആ ഫാമിലിയാണ്, അവരെ പ്രതി ഇദ്ദേഹം റെസ്പോൺസിബിൾ ആണ്. അവിടെ ചെയ്യേണ്ടുന്ന, അവിടെ കൊടുക്കേണ്ടുന്ന ചില കെയർ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഇവർ വളരെ ബോധവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബോധവാൻ അല്ലെങ്കിൽ ബോധവതിയാണ്. അതായത് അവരെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമോ ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അവിടെയും അവർ ആ കെയർ കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. രണ്ടും ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നും നടക്കുന്നത്. അതായത് ഒരു റെയിൽവേ ട്രാക്ക് പോലെ പാരലൽ ഇങ്ങനെ പോകാനേ പറ്റുള്ളൂ എന്നുള്ളൊരു രീതി. പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണും ഈ തേർഡ് പാർട്ടിയും തമ്മിൽ സംസാരിക്കാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ. ദൂരദേശത്തൊക്കെ ആണെങ്കിൽ കോണ്ടാക്റ്റിലാണ്. ഓക്കെ. അങ്ങനെ പാടെ വിട്ടിരിക്കുകയൊന്നുമല്ല. കമ്മ്യൂണിക്കേഷൻ, എല്ലാ കാര്യങ്ങളും എല്ലാം പരസ്പരം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ദി സ്റ്റാർ ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുള്ള തേർഡ് പാർട്ടി അവർ വളരെയധികം സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. നന്നായി സമ്പാദിക്കുന്ന, അവരെ തന്നെ വളരെ നന്നായി ക്യാരി ചെയ്യുന്ന, വളരെ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള, വളരെ ധൈര്യശാലിയായിട്ടുള്ള, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുള്ള തേർഡ് പാർട്ടി. ഇവർക്ക് ആ റെസ്പെക്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവർക്ക് അവരോട് ആ ഒരു സ്വഭാവത്തിനെ പറ്റിയിട്ടൊന്നും അവർക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അങ്ങനെ ഒരു എന്താ പറയുക, അവർ മോശപ്പെട്ടതാണെന്നുള്ള ചിന്തയൊന്നും നിങ്ങളുടെ പേഴ്സൺ ഇല്ല. റെസ്പെക്റ്റ് ഉണ്ട് അവരുടെ അടുത്ത്. ഓക്കെ.
ആരായാലും അത് ആണായാലും പെണ്ണായാലും അവിടെ റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് അവർ നിൽക്കുന്നത്. അവർ തമ്മിൽ ചേർന്ന് പോകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ അവിടെ ഉള്ളൂ. ആസ് സെപ്പറേറ്റ് പേഴ്സൺസ് അവർ രണ്ടുപേരും നല്ലവർ തന്നെയാണ്, മനസ്സിലായില്ലേ? പക്ഷേ അവർക്ക് ഒന്നിച്ച് വരുമ്പോൾ അതെന്തുകൊണ്ടോ വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. അവിടെ അവരുടെ അടുത്ത് വെറുപ്പോ അങ്ങനെയൊന്നും അല്ല, മനസ്സിലായില്ലേ? നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി സാമ്പത്തികമായിട്ടൊക്കെ സാമ്പത്തികമൊക്കെ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന വ്യക്തിയായിരിക്കണം. ഓക്കെ. അപ്പോൾ ആ റെസ്പെക്റ്റ് അദ്ദേഹത്തിന് എന്തായാലും അവർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവരോട് എന്തായാലും ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. 4 ഓഫ് പെന്റക്കിൾസ് വെച്ച് എല്ലാ കാര്യങ്ങളൊന്നും ഇവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് തുറന്നു പറയാറില്ല. ഓക്കെ. കുറേയൊക്കെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് തന്നെയാണ് ഇവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. 7 ഓഫ് സോർട്സ് വീണ്ടും അത് തന്നെയാണ്. പല കാര്യങ്ങളും തേർഡ് പാർട്ടിയെ ഒളിച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളൊന്നും അവരെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ബേസിക്കലി ഇവിടെ കണ്ടത് ചില മനസ്താപങ്ങൾ ഇവരുടെ തേർഡ് പാർട്ടിയുമായിട്ടുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാണ് ശ്രമിക്കുന്നത്. കാരണം അവിടെ കുട്ടികളൊക്കെ ഇൻവോൾവ് ആണ്, വയസ്സായവർ ഇൻവോൾവ് ആണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇവർ വിഷമങ്ങൾ അനുഭവിച്ചാലും ഒറ്റപ്പെടൽ അനുഭവിച്ചാലും ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ, പോകുന്നിടത്തോളം പോകട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും ഇവർ തുറന്ന് പറയാറില്ല, എന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒന്നും ഇവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് പറയാറില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഓക്കെ. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി. 8 ഓഫ് പെന്റക്കിൾസ്. ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഈ പറഞ്ഞ തേർഡ് പാർട്ടിക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധമാണ്. കാരണം അവിടെ കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം. അവിടെ എന്ത് തന്നെ ആയാലും ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ പേഴ്സൺ വളരെ കറക്റ്റായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു. 3 ഓഫ് കപ്സ്. ഫ്രണ്ട്ലി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഇവർ ശ്രമിക്കുന്നത് കേട്ടോ. കഴിയുന്നതും വഴക്കിടാതെ സമാധാനപരമായിട്ട് ഈ തേർഡ് പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിക്കുന്നത്. 10 ഓഫ് പെന്റക്കിൾസ്. വീണ്ടും ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഫാമിലിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ അവർ 100% ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. 3 ഓഫ് പെന്റക്കിൾസ് വീണ്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നു. 3 ഓഫ് പെന്റക്കിൾസ് വീണ്ടും പെന്റക്കിൾസിന്റെ എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ, സപ്പോർട്ട് അങ്ങനെയൊക്കെയാണ് കാണുന്നത്. സാമ്പത്തികമായ സഹായം, സാമ്പത്തികമായ സപ്പോർട്ട് ഫാമിലിക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് അവിടെ കാണുന്നത്. ഓക്കെ. നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. എന്ത് തന്നെ ആയാലും ഇവരുടെ ഇടയിലുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് ഭയങ്കര സ്ലോയിങ് ഡൗൺ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു പാഷനോ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹമോ അങ്ങനെയൊന്നും അല്ല അവിടെ കാണുന്നത്. ഒരു സ്ലോയിങ് ഡൗൺ എനർജിയിൽ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 5 ഓഫ് സോർട്സ്. 5 ഓഫ് സോർട്സ് വെച്ചിട്ട് രാത്രി ഉറക്കം കുറവാണ്. രണ്ടുപേർക്കും തന്നെ സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്. രാത്രി ഉറക്കം വളരെ കുറവായിട്ട് ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. 6 ഓഫ് പെന്റക്കിൾസ് വെച്ച് രണ്ടുപേരും തന്നെ, നിങ്ങളുടെ തേർഡ് പാർട്ടി ആവട്ടെ നിങ്ങളുടെ പേഴ്സൺ ആവട്ടെ, രണ്ടുപേരും അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഫാമിലിയോടുള്ള റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. രണ്ടുപേരും തന്നെ അങ്ങനെ 7 ഓഫ് കപ്സ് വെച്ച് രണ്ടുപേരും തന്നെ ഓവർ തിങ്കിങ്ങിൽ കൂടി കടന്നു പോകുന്നതായിട്ടും കാണുന്നു. ഓക്കെ. കാരണം സ്ട്രെസ് എന്തായാലും ഉണ്ടല്ലോ, സ്ട്രെസ് എന്തായാലും ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റിലാണ് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ബോധ്യം രണ്ടുപേർക്കും തന്നെ ഉണ്ട്. പക്ഷേ അതെല്ലാം അവിടെ തന്നെ ഇരിക്കെ അവർ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. ലാസ്റ്റ് കാർഡ്, ഒരേ ഒരു കാർഡ് കൂടി എടുത്തിട്ട് നിർത്താം. കിങ് ഓഫ് പെന്റക്കിൾസ്. വീണ്ടും റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ കാണുന്നത്. ഒരു ലവിനേക്കാളധികം റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ അവരെ നയിക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ രണ്ടിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. നിങ്ങളുടെ പേഴ്സൺ മാരീഡൊക്കെ ആണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി അവർക്ക് കളഞ്ഞിട്ട് വരാനൊന്നും പറ്റില്ല. അത് ഈക്വലി മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. എടുത്തു ചാടിയൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. മിക്കവാറും ഒരു റെയിൽവേ ട്രാക്ക് പോലെ പാരലൽ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പും തേർഡ് പാർട്ടീനെയും ഒന്നിച്ച് കൊണ്ടുപോകാനേ അവർക്ക് സാധിക്കുള്ളൂ ആസ് ഇറ്റ് ഈസ് എന്നുള്ള രീതിയിലാണ് അവിടെ കാണുന്നത്. അവിടെ ഒരു ടോട്ടൽ സെപ്പറേഷനോ അങ്ങനെ എനിക്ക് ആസ് ഇറ്റ് ഈസ് ഇന്ന് കിട്ടുന്നില്ല. ഓക്കെ.
ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അവരുടെ തേർഡ് പാർട്ടിക്കായിട്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണം, കമൻറ്റും ചെയ്യുക കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ. വേറെ എന്താണ്, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ, ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ വീണ്ടും കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.